നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ ജയിലിലായ കന്യാസ്ത്രീകൾ മോചിതരായി. സർക്കാർ നിലപാട് മയപ്പെടുത്തിയതോടെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ചുമത്തി ജയിലിലിട്ട് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും പ്രീതി മരിയയ്ക്കും പുറം ലോകം കാണാൻ കഴിഞ്ഞു. NIA കോടതി ജാമ്യം നൽകിയതോടെ സിസ്റ്റർമാരെ ജയിലിന് പുറത്ത് സ്വീകരിക്കാനും ക്രെഡിറ്റ് അടിക്കാനും കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ മത്സരം. സഭ ആവശ്യപ്പെട്ടതിനാൽ ഇറങ്ങിപ്പുറപ്പെട്ട് കന്യാസ്ത്രീകളെ പുറത്തെത്തിച്ചെന്ന് രാജീവ് ചന്ദ്രശേഖർ. ജയിലിലടച്ച BJP തന്നെ മാപ്പ് പറയണമെന്ന് ഇടത് വലത് നേതാക്കൾ. എല്ലാവർക്കും നന്ദി പറഞ്ഞ് കത്തോലിക്ക സഭ. കേരളത്തിലെ ക്രൈസ്തവരുടെ ആശങ്ക മനസ്സിലാക്കി നേരിട്ടിടപെട്ട് മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവരെ കണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിച്ചു എന്ന് BJP പറയുമ്പോൾ ഇടത് വലത് മുന്നണികൾ പ്രതിരോധത്തിലാകുമോ, അതോ സഭയുമായുള്ള നയതന്ത്രത്തിൽ BJP വിള്ളൽ വരുത്തിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ശ്രീ സേനാപതി വേണു, ഫാദർ ജോഷി മയ്യാറ്റിൽ, ശ്രീ ജിജി ജോസഫ്, ശ്രീ ജോസ് ചെമ്പേരി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ. ഇപ്പോൾ 2 സിസ്റ്റർമാരെയും ജയിലിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ വന്നു കഴിഞ്ഞുവല്ലോ. സഭ ഇക്കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ആരുടെ തെറ്റ്, ആരുടെ വിജയം? അങ്ങനെയൊന്നുണ്ടോ? മഞ്ജുഷേ, നമ്മള് ഈ ഒരു വിഷയം നമ്മളെല്ലാവരെയും, കേരളത്തിലെ സകല മനുഷ്യരെയും അസ്വസ്ഥപ്പെടുത്തിയ ഒരു വിഷയമാണ്. കാരണം 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവര് വളരെ എത്രയോ വർഷങ്ങളായി മനുഷ്യരെ ശുശ്രൂഷിച്ച്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് കൂടെ ചേർന്ന് അവർക്ക് വേണ്ടിയുള്ള വളർച്ചയുടേതായ മാർഗങ്ങൾ കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന 2 പേരെ ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരു ആൾക്കൂട്ട ആക്രമണം അതിന് വിധേയരായി വളരെ പെട്ടെന്നുള്ള പോലീസിന്റെ ഒരു ആൾക്കൂട്ട അല്ലെങ്കിൽ ഒരു ഡെമോക്രസിയിൽ നിന്ന് മോബോക്രസിയിലേക്ക് മാറിയ ഒരു അവസ്ഥ, അതിന്റെ ഫലമായിട്ട് പോലീസ് എടുത്ത നിലപാടുകൾ, അവിടെ മുഖ്യമന്ത്രി, ഈ പറഞ്ഞ മുഖ്യമന്ത്രി, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി എടുത്ത നിലപാട്, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്ന ഈ അവസ്ഥ വളരെയേറെ സന്തോഷം ഉളവാക്കുന്നതാണ്. ഇതിൽ തീർച്ചയായും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഔദാര്യത്തോടെ, ഉണർവോടെ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിന് UDF ആയാലും LDF ആയാലും BJP ആയാലും പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കേരളത്തിലെ BJP നേതാക്കൾക്ക് നന്ദി പറയേണ്ടതുണ്ട് തീർച്ചയായും. കാരണം ആ സമയം മുതൽ ഇതുവരെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയാലും, ശ്രീ ആന്റണി അനൂപ് ആയാലും, ശ്രീ ഷോൺ ജോർജ് ആയാലും ഇതിനു വേണ്ടി ഒത്തിരിയേറെ എഫേർട്ട് എടുത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇതിനെ ഇടതു വലത് നേതാക്കൾ പറയുന്നത് ഇത് വെറുമൊരു നാടകമാണെന്നാണ്. അതായത് BJP തന്നെ ജയിലിലടയ്ക്കുന്നു, BJP തന്നെ മോചിപ്പിക്കാൻ വരുന്നു, ഇവിടെ ഒരു നാടകം കളിച്ചു എന്നാണ് കേരളത്തിലെ UDFന്റെയും LDFന്റെയും വാദം. അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ നേതാക്കളും ഛത്തീസ്ഗഡിൽ എത്തിയത്. അത് മാത്രമല്ല, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അദ്ദേഹം ഉറപ്പ് നൽകുന്നു. ഇതെല്ലാം സമാന്തരമായി ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ താങ്കൾ പറഞ്ഞു വരുമ്പോൾ ആദ്യം എന്തുകൊണ്ട് BJPക്ക് ക്രെഡിറ്റ് നൽകുന്നു? ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് BJPയിലെ കേരളത്തിലെ 3 നേതാക്കൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു. കാരണം അവരുടെ എഫേർട്ട് തീർച്ചയായിട്ടും ഇതിൽ പ്രകടനം. കാരണം എന്ന് വെച്ചാൽ അവിടെ സംസ്ഥാനം ഭരിക്കുന്ന BJP ആണ്, കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. അതുകൊണ്ട് തന്നെ BJP എന്നുള്ള പാർട്ടിയുടെ പ്രവർത്തനം വളരെ ശക്തമായി. പക്ഷേ ഇതോടൊപ്പം, അതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ ഇതുപോലുള്ളൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മതപരിവർത്തന നിരോധന നിയമം എന്ന ആ ഒരു രാക്ഷസ നിയമം ഏതെല്ലാം വിധത്തിലാണ് ഇന്ത്യയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലെ, ഏറ്റവും വ്യക്തമായ ഒരു തെളിവായിട്ട് ഇത് നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ ഇത്രയ്ക്ക് വർഗീയമായ ഒരു വിദ്വേഷം ഇവിടെ എങ്ങനെയാണ് ജനിച്ചിട്ടുള്ളത്? അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആരാണ് സൃഷ്ടിച്ചിട്ടുള്ളത്?
ഇവിടെ ഒരു വംശീയമായ ഒരു 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 ആൾക്കൂട്ട കൂടിച്ചേരലും ആക്രോശവും ഒക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം ആരാണ് ഒരുക്കിയത്? അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെ ആത്മവിമർശനം നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയും താങ്കൾ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്നാണ് പറഞ്ഞത്. BJP ആണ് ആത്മവിമർശനം നടത്തേണ്ടത് എന്ന് താങ്കൾ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ വരികയാണ്, അതിലേക്ക് വരികയാണ്. 1968 അവിടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു മൃദു ഹിന്ദുത്വ വർഗീയതയോ തീവ്ര ഹിന്ദുത്വ വർഗീയതയോ, അതുപോലെ മൃദു ഇസ്ലാമിസ്റ്റ് വർഗീയതയോ തീവ്ര ഇസ്ലാമിസ്റ്റ് വർഗീയതയോ, ഇനി അതുപോലെ തന്നെ മൃദു ക്രൈസ്തവ വർഗീയതയോ തീവ്ര ക്രൈസ്തവ വർഗീയതയോ ഏതായാലും ഒരുപോലെ തന്നെ ദോഷകരമാണ്, ഒരുപോലെ തന്നെ നാശകരമാണ് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ജിജി ജോസഫ്, ഇവിടെ ഈ രാജീവ് ചന്ദ്രശേഖർ ഇതിനായി ഇറങ്ങി പുറപ്പെടുന്നു, അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുന്നു, അതോടൊപ്പം തന്നെ അമിത്ഷായുമായിട്ട് ചർച്ച നടത്തുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതിനാൽ മോചനത്തിലേക്ക് നയിച്ചത് ഇതാണ്. ഛത്തീസ്ഗഡ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ അമിത്ഷാ കണ്ടു, ചർച്ച നടത്തി. അങ്ങനെ ആദ്യ ദിവസത്തെ നിലപാടിൽ നിന്ന് ഛത്തീസ്ഗഡ് സർക്കാർ പിന്നോട്ട് പോകുന്നു, മയപ്പെടുത്തുന്നു. സാങ്കേതികമായിട്ട് എന്തായാലും പ്രോസിക്യൂഷനെ എതിർത്തേ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു എതിർപ്പ് ജാമ്യാപേക്ഷയ്ക്കെതിരെ ഉണ്ടായി എന്നതല്ലാതെ ഇതിൽ ജാമ്യം കൊടുക്കരുത് എന്നുള്ള നിലപാടിലേക്ക് വന്നില്ല. അതുകൊണ്ട് ജാമ്യം കിട്ടി. ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോയത്. പക്ഷേ ഇവിടെ ഇതെല്ലാം BJPയുടെ ഒരു നാടകമാണെന്നാണ് പറയുന്നത്. കാരണം ജയിലിലടച്ചത് BJP സർക്കാർ തന്നെയാണ്. ഇവിടെ കേരളത്തിലാണ് ഇത് വലിയ പ്രശ്നമാവുന്നത്. കേരളത്തിലൊരു രാഷ്ട്രീയമുണ്ട്. ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാനായിട്ട് BJPയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു നയതന്ത്രം ഇവിടെ പയറ്റുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്നും അതിനുള്ള പിന്തുണയുണ്ട്. ഇതെല്ലാം ഉള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സഭകൾ തന്നെ ആശങ്ക അറിയിച്ചുവല്ലോ ആരാണ് ഇതിന് പിന്നിലുള്ള ആളുകൾ എന്ന്. അതിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നിലയ്ക്ക് നിർത്താത്ത BJP, അതാണ് സഭയുടെ ബിഷപ്പുമാർ പറയുന്നത്. അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു. അപ്പോൾ ആ കോർ ഇഷ്യൂ അവിടെ നിൽക്കുകയാണല്ലോ. ആ ഒരു വിള്ളൽ അവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു, അത് മോചിപ്പിച്ചു. അവിടെ ആ നാടകം എന്നുള്ള കാര്യത്തിലേക്ക് ആരോപണം കൊണ്ടുവരികയാണ് UDFും LDFും ചേർന്ന്. അതിന് വേറൊരു വശമുണ്ട്. ഞങ്ങൾ ഇറങ്ങി പുറപ്പെടാതെ ഇരിക്കാമല്ലോ, അത് സാധ്യമാണല്ലോ. അപ്പൊ ഈ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അവിടെ മതിയായ രേഖയില്ലാതെ വന്നു. ഛത്തീസ്ഗഡിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിലൊരു കുട്ടി അപ്പൊ പരിഭ്രാന്തിയായിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പോകാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇതാണ് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഈ കൺഫ്യൂഷനാണ് പിന്നീട് ആളുകൾ കൂടുകയും പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആളുകൾ കൂടിയതിനെ തുടർന്നുണ്ടായ ബഹളം ഉണ്ടാകുകയും പോലീസ് അതിന് കർശനമായ നിലപാടെടുക്കേണ്ടി വരികയും ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? അതിന് ഇതിങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലായി. അതിന് ഒരു ചെറിയ പാകപ്പിഴ നമ്മുടെ ഭാഗത്തില്ലേ? കന്യാസ്ത്രീ ആൾ കൊണ്ടുവന്ന രീതിക്ക് ഒരു അവിടുത്തെ ആക്ട് പ്രകാരം ഒരു ചെറിയ പാകപ്പിഴ ഉണ്ടല്ലോ, ഒരു ക്ലറിക്കലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ. ആ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വന്നത്. അല്ല, അത് ആ പ്രശ്നമൊക്കെ ഈ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി തീർക്കാവുന്ന പ്രശ്നമായിരുന്നു. പക്ഷെ അവിടെ അതല്ല സംഭവിച്ചത്. അവിടെ ബജ്രംഗ് ദളാണ് ഇടപെട്ടത്. അതായത് സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദളാണ് അവിടെ ഇടപെട്ടത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കേസിലേക്ക് പോയത്. ആ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ ഒന്നും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്ത് മോശമായ രീതിയിലാണ് അവിടെ ഈ കന്യാസ്ത്രീകൾക്ക് നേരെ പെരുമാറിയത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട കാര്യമാണല്ലോ. അപ്പോൾ രാജ്യത്ത് ഈ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, അവരുടെ ചാരിറ്റി പ്രവർത്തനം ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് സഭയ്ക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ട് എന്ന് അറിയാമായിരുന്നുവെങ്കിലും അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ടാണ് ഈ വിരുന്നിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ അനുഭവത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ്. സമീപകാലത്ത് വന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് സഭയ്ക്ക് നേരെയുള്ള. അപ്പോൾ സഭയ്ക്കും അത് മനസ്സിലായി. അപ്പോൾ ആ മുറിവ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന്. ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അത്രമാത്രം പഴി കേൾക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ്
അല്ല, ഇതിന്റെ അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഇടപെടൽ ആത്മാർത്ഥമായി നടത്തിയ ഇടപെടൽ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, അത് സാധാരണ നമ്മൾ കേരളത്തിൽ ഇരുന്ന് രാഷ്ട്രീയം കാണുന്ന പോലെ ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയത്തെ കാണരുത്. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയത്തിന് അവിടുത്തെ ചില പ്രത്യേകതകളുണ്ട്. അവിടെ മാവോയിസ്റ്റ് സ്വാധീനമുള്ള സ്ഥലമാണ്. ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് പോകുന്നതിന് തന്നെ അവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് ജോലിക്ക് പോകുന്നതിന് നിയമങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. കേരളത്തിൽ ആ നിയമം ഒന്നുമില്ല. പകരം ഇപ്പോഴുള്ളത് എന്താ? ഈ പറയുന്ന ഈ എല്ലാ പ്രശ്നങ്ങളിലും ഉള്ള സമയത്തും ഇവിടുന്ന് കോൺഗ്രസിന്റെ എം പിമാര് അവിടെ ചെന്ന്, CPM എം പിമാര് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയല്ലോ. അവിടുത്തെ MLA മാര് MP എല്ലാം ചേർന്ന് എന്താ കോൺഗ്രസ്സുകാർ അവിടെ ഒരു നിലപാടെടുക്കാഞ്ഞത്? ആ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ജയിലിൽ വന്നപ്പോ ചോദിച്ചല്ലോ, കന്യാസ്ത്രീകളെ കാണാൻ വന്നാണോന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങളുടെ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ കാണാനാ വന്നതെന്ന്. അവിടുത്തെ സിറ്റുവേഷൻ വേറെയാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് വേണം അവിടുന്ന് ഒരു ആളുകളുമായി വരുന്ന സമയത്ത് കൃത്യമായി അത് പാലിക്കേണ്ടതായിരുന്നു. ആ പാലിക്കലിൽ വീഴ്ച പറ്റിയത് അറിഞ്ഞുകൊണ്ട് പറ്റിയതല്ല. അത് ഒരു ജാഗ്രത കുറവാണ്. ആ ജാഗ്രത കുറവുണ്ടായത് കൊണ്ട് അതിലൂടെ ഒരു പ്രശ്നം ഉണ്ടായി. അത് പരിഹരിക്കാൻ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. ഇന്നിപ്പോ നോക്കി, ഇന്നിപ്പോ എല്ലാവരും നോക്കി നിൽക്കില്ല. അവിടെ പോയി നാടകം കളിച്ചതാരാ? ഞങ്ങളാണ് നാടകം കളിക്കുന്നെങ്കിൽ. നാടകം കളിച്ചത് മറ്റു പലരുമാണ്. നാടകം കളിച്ചവരുടെ കൂടെയല്ല കന്യാസ്ത്രീകൾ പോയത്, അവരുടെ മഠത്തിലേക്ക് പോയത്. ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാഹനത്തിലാണ് അങ്ങോട്ട് പോയത്. അവരോട് ചോദിക്കുന്നു, എങ്ങോട്ട് പോകണം? കേരളത്തിലേക്കാണോ അതോ ഇവിടുത്തെ മഠത്തിലേക്കാണോ പോകണ്ടേ? അവർ പറയുന്നു മഠത്തിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നു. ഒരു കാര്യം ഓർക്കണം, ഈ 2 വക്കീലന്മാരുണ്ടല്ലോ, ഈ 2 വക്കീലന്മാരെ അവിടെ ഏർപ്പാടാക്കി. കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച 2 വക്കീൽമാരെ. ഇത് രണ്ടും അനൂപ് ആന്റണിയാണ് ഏർപ്പാടാക്കിയത്. അതും മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങള് ഇതിന്റെ അകത്ത് ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ ഇവര് അവിടെ ചെന്ന് ഈ ബഹളം ഉണ്ടാക്കി. ഈ 4 ദിവസം മുമ്പ് അവിടെ ചെന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജി പ്രഷറിലായത്. ഇതെന്ത് ചെയ്യും? ഇങ്ങനെ എല്ലാ രീതിയിലും പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ ഈ മലയാളി രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അവിടെ പോയല്ലോ. ശരി, ശ്രീ സേനാപതി വേണു, ഈ കുത്തിത്തിരിപ്പുകാർ എന്ന് പറയുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചാണ്. കേരളത്തിൽ നിന്നുള്ള MP മാർ, കേരളത്തിൽ നിന്നുള്ള MLA മാർ, ഇവരൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ വോട്ട്, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും UDF തന്നെയാണ് ക്രൈസ്തവ വോട്ടുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. അത് തിരിച്ചറിഞ്ഞാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് അത് മതപരിവർത്തന നിരോധന നിയമത്തിന് അനുകൂലമാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒന്നും ശബ്ദിക്കാൻ കഴിയുകയില്ല. കോൺഗ്രസ് തന്നെയാണ് ഈ നിയമം ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്നതും. അതുകൊണ്ട് അവർ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് പോയി കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നാണ് BJP-ക്കാർ ഇപ്പോൾ പറയുന്നത്. അതായിരുന്നു യഥാർത്ഥ നാടകമെന്ന്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് കേന്ദ്രത്തിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിലും സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ ഒരു മോചനത്തിന് വഴി തെളിച്ചു എന്നുള്ളതാണ്. മഞ്ജുഷേ, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ക്രെഡിറ്റും വേണ്ട. ക്രെഡിറ്റ് വേണ്ട എന്ന് പറയാൻ കാരണം, പണ്ട് സോളമൻ രാജാവിന്റെ മുമ്പിൽ കുട്ടിയുടെ മാതൃത്വത്തെക്കുറിച്ച് തർക്കമുണ്ടായി. അപ്പം ഒന്ന് ഒറിജിനൽ മാതാവും മറ്റത് കുട്ടിയെ അവകാശപ്പെടുന്നയാണ്. അപ്പൊ രാജാവ് പറഞ്ഞത്, നമുക്കെന്നാ ഇതിനെ കീറി മുറിച്ച് 2ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ മാതാവ് പറഞ്ഞു, വേണ്ട, കുട്ടി ജീവിച്ചോട്ടെ. ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട ഇതിൻ്റെ അകത്ത്. കാരണം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടൽ, അത് ഇതിൽ വിക്റ്റിമായിട്ടുള്ള ആളുകൾക്ക് അവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ബഹുമാന്യായ ജിജി പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരാളെ കിണറ്റിൽ തള്ളിയിടുക, അവൻ കിണറ്റിൽ വീണ് ശ്വാസം മുട്ടി ചാകാറാവുമ്പോഴത്തേക്കും കയറുമായിട്ട് ഇറങ്ങുക, അവനെ രക്ഷപ്പെടുത്തുക, എന്നിട്ട് പറയുക കിണറ്റിൽ വീണവനെ ഞങ്ങൾ രക്ഷിച്ചു എന്ന് പറഞ്ഞ പോലെയല്ലേ ഇപ്പൊ BJP-ക്കാർ പറയുന്നത്. അവരെ കള്ളക്കേസിൽ കൊടുക്കുക, കള്ളക്കേസിൽ കൊടുക്കിയതിന് ശേഷം ഞങ്ങൾ പോയി അവരെ ഇടപെട്ട് രക്ഷിച്ചു എന്നുള്ളതല്ലേ. അപ്പോ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഇടപെടൽ, ആ ഇടപെടൽ അത് വളരെ ആത്മാർത്ഥമായി, വളരെ സത്യസന്ധമായി ആദ്യത്തെ UDF സംഘം MLA-മാര്, ബഹുമാന്യായ കൊല്ലം MP ശ്രീ MK പ്രേമേന്ദ്രൻ, ചാലക്കുടി MP ബഹുമാന്യായ ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ ശ്രീ കൊടിക്കുന്നൻ സുരേഷ്, ഇവർ 3 പേരുമാണ് ആദ്യ UDF സംഘവുമായിട്ട് അവിടെ പോകുന്നത്. അതിനുശേഷം പിന്നെ ബാക്കി MP-മാര്, ഇടതുപക്ഷത്തിന്റെ ആളുകൾ, ഇവരൊക്കെ പോയി. പക്ഷെ ജിജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് സമ്മർദ്ദരായി, അല്ലെങ്കിൽ എന്താ പറയുക, അവിടുത്തെ കടുംപിടുത്തത്തിൽ നിന്ന് നിങ്ങൾ പിന്നോക്കം പോകേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിങ്ങൾക്കെതിരെ ഉയർന്ന ഒരു ജനവികാരമുണ്ട്. ആ ജനവികാരത്തിൽ രാഷ്ട്രീയമല്ല, നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു നാട്ടിൽ നിർദോഷികളായ 2 കന്യാസ്ത്രീകൾ, ഞാൻ ബഹുമാന്റെ അച്ഛനോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അച്ഛൻ 68-ൽ കോൺഗ്രസ് ഈ നിയമം കൊണ്ടുവരുന്നത് അതിനകത്ത് ചില എന്താ പറഞ്ഞ വളരെ സതുദ്ദേശത്തോടു കൂടിയാണ്. ഒന്ന്, ഫോഴ്സിബിൾ കൺവേർഷൻ.
രണ്ട്, പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആ, 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 എന്താ പറയുക റിവാർഡുകൾ കൊടുത്ത് ആളുകളെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അജ്ഞതയെ മുതലെടുത്ത് കൺവേർട്ട് ചെയ്യുക. ഞങ്ങൾ ചോദിക്കുന്നു, 68-ൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം 2014 ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ കാര്യത്തിൽ അവിടെ ഈ ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകൾക്കോ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. എന്റെ അറിവിൽ അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അല്ല, അതുണ്ടാകുന്നുണ്ട്. കാരണം ഈ നിർബന്ധിത മതപരിവർത്തനം ഏതാണ് എന്ന് ഒരു വേർതിരിച്ച് പറയുക, ഒറ്റയടിക്ക് പറയുക ബുദ്ധിമുട്ടാണല്ലോ. അത് നിയമത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ കൂടി തന്നെ കാണേണ്ടി വരും. ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ പറയുകയാണ് ഇത് നിർബന്ധിത മതപരിവർത്തനമാണെന്ന് പറയുമ്പോൾ അവിടെ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഭരിക്കുമ്പോഴും അതിൽ നിന്ന് വ്യത്യാസമായി ഒന്നും സംഭവിച്ചിട്ടില്ല. പരാതികൾ വരുമ്പോൾ കേസെടുത്തിട്ടുണ്ട്. പിന്നെയല്ലേ വന്നത്? ഇവിടെ വന്ന കേസിന് ആധാരമായ കാര്യം എന്താ? ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ആളുകളെ കടത്തിക്കൊണ്ടു പോകുന്നത് UAPA പ്രകാരമോ അല്ലെങ്കിൽ NIA കേസെടുക്കേണ്ടതോ ആയി വരുന്നത് ഏതൊക്കെ കാര്യത്തിനാണ്? അത് വളരെ ഗുരുതരമായ കാര്യങ്ങളല്ലേ. ആളുകളെ എന്താ പറഞ്ഞ ഫോഴ്സ്ഫുൾ വ്യഭിചാരത്തിന് വേണ്ടി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഓർഗൻ എടുക്കുന്നതിന്, കിഡ്നി എടുക്കുന്നതിന്, കണ്ണെടുക്കുന്നതിനൊക്കെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അടിമത്വ വേലയ്ക്ക് കൊണ്ടുപോവുക. അങ്ങനെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളല്ലേ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുന്ന. ഏതെങ്കിലും പ്രായപൂർത്തിയായ 2 സ്ത്രീകളോ പ്രായപൂർത്തിയായ 2 ആളുകൾ അവര് 2 കന്യാസ്ത്രീകളുടെ കൂടെ ഏതെങ്കിലും തൊഴിൽശാലയിലേക്കോ തൊഴിൽ തേടിയോ അവര് ഒളിച്ചും പാത്തും ഒന്നും അല്ലല്ലോ പോയത്. അവരെ തട്ടിക്കൊണ്ടു പോവുകയോ വാഹനത്തിന്റെ അകത്ത് കൂട്ടിക്കൊണ്ടുപോവുകയോ കയ്യും കാലും കെട്ടി കൊണ്ടുപോകുകയോ ഒന്നും അല്ലല്ലോ ചെയ്തത്. അവര് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരായിട്ട് പോകുന്നു. അപ്പോൾ സേനാപതി വേണു, ഇതൊക്കെ ഉണ്ടാകുമ്പോഴും, വസ്തുതകൾ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഇവിടെ BJPക്ക് നന്ദി പറയുന്നത് അത് ശരിയോ തെറ്റോ? ഇപ്പോൾ സഭാ നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ച എല്ലാവരും BJPക്ക് നന്ദി പറയുന്നുണ്ട്. നിങ്ങൾക്കുമുണ്ട് കേട്ടോ, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതിനെ അവർ അഭിനന്ദിക്കുന്നുണ്ട്, അവർ നന്ദി പറയുന്നുണ്ട്. പക്ഷേ BJPയെ അവർ ഇതേ രീതിയിൽ തന്നെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനം, രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞുവല്ലോ, സഭ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്, അത് വിജയിച്ചു എന്ന്. അതിനെ കത്തോലിക്ക സഭ തള്ളിക്കളയുന്നില്ല. അല്ല, അതിനകത്ത് ഫാദർ പറഞ്ഞ കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കാരണം ഛത്തീസ്ഗഡ് ഭരിക്കുന്നതും കേന്ദ്രം ഭരിക്കുന്നതും BJPയുടെ ഗവൺമെന്റാണ്. ഒരു ഗവൺമെന്റ് മിഷണറിക്ക് മാത്രമേ ഒരു റിലീസിംഗിൽ നടപടി സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് പറ്റത്തില്ലോ. ഞങ്ങൾക്ക് സമരം ചെയ്യുക, പാർലമെന്റിനകത്ത് ബഹളം കൂട്ടുക, പുറത്ത് ബഹളം കൂട്ടുക. പക്ഷേ അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ്. ആ ഗവൺമെന്റ് BJPയുടെ ഗവൺമെന്റ്. സ്വാഭാവികമായും BJPക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗവൺമെന്റിനോട് നന്ദി അവർക്ക് പ്രകാശിപ്പിച്ചേ മതിയാവൂ. കാരണം എന്താ? അതൊരു ഗവൺമെന്റ് നടപടിയാണ്. ഇന്നൊരു പക്ഷേ NIA കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരെ കസ്റ്റഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമാണ്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുകയാണ് എങ്കിൽ ബിലാസ്പൂർ കോടതി ചിലപ്പോൾ ജാമ്യം കൊടുക്കണമെന്നില്ല. അപ്പോൾ ഭരണകൂടത്തിനെ അത് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഭരണകൂടം അത് ചെയ്യാൻ എങ്ങനെയാ പ്രേരിതമായത്? ആ പ്രേരിതമായതിന്റെ കാരണമെന്ന് പറയുന്നത് ഇവർക്കെതിരെ ഉണ്ടായ ജനവികാരമാണ്. ഞാൻ അച്ഛൻ പറഞ്ഞതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാണ്. കാരണം ഭരിക്കുന്ന ഗവൺമെന്റിന് മാത്രമേ അവരെ റിലീസ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റൂ. ബാക്കിയുള്ളവർക്കെല്ലാം പുറത്തുനിന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഗവൺമെന്റിനാണ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്. ഗവൺമെന്റ് ആരുടെ കയ്യിലാണ്? അത് BJPയുടെ കയ്യിലാണ്. സ്വാഭാവികമായും അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നടപടി അവർ പിന്തുണയ്ക്കും. ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഗവൺമെന്റ് മിഷണറിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രീ ജോസ് ചെമ്പേരി, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയാണ്. ശ്രീ ജോസ് ചെമ്പേരി, ഈ ജോസ് കെ മാണിയും അവിടെ പോയ സംഘത്തിൽപ്പെട്ടയാളാണ്. ഇപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ LDF ആണ് പ്രധാനമായും, CPM ആണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അത് ബിഷപ്പുമാർക്കെതിരെ കൂടിയായിരുന്നു. നേരത്തെ നിങ്ങൾ ഈ കേക്കും വൈനും ഒക്കെ സ്വീകരിച്ചുവല്ലോ. അപ്പോൾ ഇങ്ങനെ അടുക്കുന്നതിനെക്കുറിച്ച് അന്ന് തന്നെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതല്ലേ ഇത് തിരിച്ചടിക്കുമെന്ന്? അതിപ്പോൾ കണ്ടുവല്ലോ എന്ന ചോദ്യവും ഉന്നയിച്ചതാണ്. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇനിയും സഭയ്ക്ക് കേന്ദ്ര സർക്കാരുമായിട്ടും BJPയുമായിട്ടും ലൈസൻസ് ചെയ്ത് പോയാലേ പറ്റുകയുള്ളൂ. കാരണം അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോയാലേ കഴിയുകയുള്ളൂ. ഒരു ഉദാഹരണമായി ഛത്തീസ്ഗഡ് മാറുകയാണല്ലോ. അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഇവിടെ ഇറങ്ങി പുറപ്പെടാൻ ഒരു രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. BJPയുടെ മുഴുവൻ നേതാക്കളും അതിലുണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർക്കിടയിലും ചില അസ്വസ്ഥതകൾ ഇക്കാര്യത്തിലുണ്ട്. അത് പിന്നീട് പരിഹരിക്കപ്പെടുമായിരിക്കും. പക്ഷേ എന്നാലും ശ്രീ ജോസ് ചെമ്പേരി, അതുകൊണ്ട് നിങ്ങൾ എത്ര പറഞ്ഞാലും സഭ നന്ദി പറയുന്നവരുടെ കൂട്ടത്തിൽ BJPയും ഉണ്ടാവും, കേന്ദ്ര സർക്കാരും ഉണ്ടാവും. ഇതാണ് കാരണം. ഭാവിയിലും നോക്കേണ്ടതുണ്ട്. അല്ല, ഈ അച്ഛൻ BJPക്ക് നന്ദി പറഞ്ഞതിൽ എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. പക്ഷെ ശരിക്കും നന്ദി പറയേണ്ട ഒരു സംഭവമാണ് നടന്നത്. അത് ആലോചിക്കണം. ചുമ്മാ കള്ളക്കേസുണ്ടാക്കി, ഇല്ലാത്ത കേസുണ്ടാക്കി ജയിലിൽ അടച്ചു വെച്ചും
അവർക്ക് ജാമ്യം കിട്ടി, ശരിയാ. ആ ജാമ്യം കൊണ്ട് എല്ലാം നേടിയോ? ഒരിക്കലുമില്ല. ഈ കള്ള FIR റദ്ദ് ചെയ്യണം, അതല്ലേ രാജ്യത്തിൻ്റെ ആവശ്യം. ജാമ്യം കിട്ടുകൊണ്ട് എന്തോ കാര്യം? അവർ പുറത്തിറങ്ങിയ സന്തോഷമുണ്ട്. ഈ വ്യാജ FIR റദ്ദ് ചെയ്യണം. അതുപോലെ തന്നെ നീതി നടപ്പിലാക്കേണ്ട നിയമപാലകർ, പോലീസ്, അവരേതെങ്കിലും സംഘപരിവാർ ശക്തികൾ പറയുന്നത് കേട്ടാണോ അവർ ജോലി ചെയ്യേണ്ടത്? അതിനാണ് അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്? ചിന്തിക്കേണ്ട ഒത്തിരി വിഷയങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. ഒരു സ്ത്രീയെ, എന്നാൽ ജ്യോതി ശർമ്മ, പോലീസ് സ്റ്റേഷനിലെ SIയുടെ മുമ്പിൽ വെച്ചും പോലീസുകാരുടെ മുമ്പിൽ വെച്ചും താടിക്കിട്ട് തട്ടുന്നു, അടിക്കാൻ പോകുന്നു. എന്തൊക്കെ ഈ രാജ്യം കണ്ടത്? അപ്പം നിയമപാലകർ നിയമം നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാവുന്നതാണ് അതിലൊന്ന്. അതുപോലെ നീതി നടപ്പിലാക്കാൻ കരുത്തില്ലാത്തവർ, അതിന് ശേഷിയില്ലാത്തവർ ന്യായാധിപനായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതും ഇവിടെ സംഭവിച്ചു. ഭരണഘടനയെ മാനിക്കാത്ത, ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും? അതൊക്കെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നേ. ജാമ്യം കിട്ടുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. അവർ കുറച്ചുകൂടെ ജോലി കടന്നാൽ ചത്തുപോകായിരുന്നു, ഒന്നുമില്ലല്ലോ. ജാമ്യം കിട്ടിയ സന്തോഷമുണ്ട്. അവർ ഈ പുറത്തിറങ്ങിയാൽ ശുദ്ധവായൊക്കെ ശ്വസിക്കട്ടെ. അടിസ്ഥാന വിഷയം എന്താ? ഈ FIR റദ്ദ് ചെയ്യണം. ഇത് കള്ളക്കേസായ FIR റദ്ദ് ചെയ്യണം. അത് എന്താണ് ഈ മതപരിവർത്തനം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമുദായം എന്ന് പറയുന്ന ഇന്ത്യയെ ഒട്ടേറെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തൊക്കെ ഒട്ടേറെ സംഭാവനകൾ നടത്തിയിട്ടുള്ളതാണ്. വല്ല സംശയമുണ്ടോ? ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ബോംബെയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, ചെന്നൈയിലെ ക്രിസ്ത്യൻ കോളേജ്, അതുപോലെ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ്, അങ്ങനെ എത്രയോ എണ്ണിയാൽ തീരാത്ത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് സ്ഥാപിച്ച് ഈ രാജ്യത്തിന് വിദ്യാഭ്യാസം നൽകിയതാണോ ഈ സഭ ചെയ്ത തെറ്റ്? ഈ മിഷണറിമാർ ചെയ്ത തെറ്റ്? സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ചവരല്ലേ ഡൽഹിയിലെ എന്താ മിടുക്കന്മാരാളുകൾ? ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ എത്രയോ മഹാരഥന്മാർ ഈ കോളേജുകളിലല്ലേ പഠിച്ചു വളർന്നത്? മെഡിക്കൽ കോളേജ് എടുക്കുക, വലിയൊരു മെഡിക്കൽ കോളേജ് തൊട്ട് എത്രയോ മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പം ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്നവരെ എന്നാ വല്ല മതപരിവർത്തനം ചെയ്യുന്നുണ്ടോ? അങ്ങനെ വല്ല പരാതിയുണ്ടോ? മെഡിക്കൽ കോളേജിൽ ജോലിക്ക് ചെല്ലുന്നവരെ വല്ലവരും മതപരിവർത്തനം നടത്തുന്നുണ്ടോ? എവിടെയാണ് ഈ മതപരിവർത്തനം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ പറയുന്നതനുസരിച്ച് മതപരിവർത്തനം നടത്തിയിരുന്നു എന്ന് വരികിൽ ഇത് 2.4% ക്രിസ്ത്യാനിയുടെ എണ്ണം എന്നാന്ന് ഇപ്പം 2 താന്നത്. അതുകൂടെ ഒന്ന് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നത്, മരുന്നില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നത്, വിദ്യാഭ്യാസമില്ലാതെ ഈ പന്നിയിലയെ ചെന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്, ഇതൊക്കെ ഈ രാജ്യത്തെ മോശം കാര്യങ്ങളാണോ? ആണെങ്കിലാണെന്ന് പറയണം കേട്ടോ. ഒരാൾ അല്ലെങ്കിൽ സമൂഹം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും അങ്ങോട്ട് ചേർന്നാൽ അതിങ്ങനെയാ മതപരിവർത്തനമാകുന്നത്. ഞാൻ ബി ജെ പിയുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 9 വർഷക്കാലം BJP സഹകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി, കേരള വികാസ് കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി BJP ഘടകകക്ഷിയായിട്ടിരുന്ന ആളാണ്. നാളെ BJP ആഭിമുഖ്യത്തിലെ മോഡിജിയോടുള്ള ആഭിമുഖ്യമുണ്ട്. ഞാൻ നാളെ ഹിന്ദു ആയാലും എന്നെ ആര് ചോദ്യം ചെയ്യുമെന്നേ എന്ന് പറഞ്ഞ് എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ ആരെങ്കിലും അധസ്ഥിതരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുള്ള വിഷമം എന്താ? ഈ മേലാളന്മാരെ സംബന്ധിച്ചോളം കീഴ്ജാതികൾ എപ്പോഴും കീഴിൽ തന്നെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ചിന്ത? ഈ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് വർഷം എത്രയായി? ഇന്ത്യയുടെ ആത്മാവെവിടെയാണ് നിലകൊള്ളുന്നത്? ഗ്രാമങ്ങളില്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ 1/2 ആളുകൾ ഇന്ന് ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണെന്നേ വല്ല സംശയമുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് പറ. അങ്ങനെയുള്ള മേഖലയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാരോ സന്യസ്തരോ കയറി ചെന്ന്
അവർക്ക് ആഹാരം കൊടുക്കുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് മരുന്ന് കൊടുക്കുകയും അവർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ തലയ്ക്ക് വെളിവുണ്ടാക്കുകയും ചെയ്താൽ ഈ കീഴാളന്മാരൊക്കെ മേലാളന്മാരുടെ മുകളിൽ കയറുന്ന പോലെ ഭയം ഇവർക്കുണ്ടോ? എവിടെയാണ് മതപരിവർത്തനം? ശരി, ശ്രീ ജിജി ജോസഫ്, അങ്ങനെ ഒരു മതപരിവർത്തനം നടക്കുന്നില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ഇത് അല്ലല്ലേ, ഇത് കള്ളക്കേസ്, അപ്പോൾ FIR-ഉം റദ്ദാക്കണം. ഈ ശരിക്കും പറഞ്ഞാൽ NIA അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ്, ഈ വിധിയിൽ അങ്ങനെയാണല്ലോ, അന്വേഷണം തുടരുമെന്ന് തന്നെയാണ്, NIA-യുടെ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ, അന്വേഷണത്തിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ശ്രീ ജിജി ജോസഫ്. അത് മാത്രമല്ല, എനിക്ക് പറയാമോ? അല്ല ജിജി അല്ല, അന്വേഷണം ഒരു കേസ് ഉണ്ടായാൽ പിന്നെ അന്വേഷണം തുടരണ്ടേ? ആ അന്വേഷണം തുടരും. അതിൽ കുറ്റക്കാരല്ലെങ്കിൽ അവരെ വെറുതെ വിടും. അതാണ് നോർമലി ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതെന്ന് എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പ് ഒരു 11 മാസം 5 അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഈ രാജ്ഭവൻ മാർച്ച് എന്താ ഉണ്ടാവാതിരുന്നത്? അന്നെന്താ ഈ ഛത്തീസ്ഗഡിലേക്ക് ആരും പോവാതിരുന്നത്? എന്താ കാര്യം? അത് വേണ്ടായിരുന്നോ? ആ അച്ഛന്മാര് 11 മാസം ജയിലിൽ കിടന്നപ്പോ ഒന്നും മിണ്ടില്ലല്ലോ. പിന്നെ നാട്ടിൽ നടന്ന സേവനം മുഴുവനും മതപരിവർത്തനത്തിലുള്ള ഭാഗമായിട്ട് കാണരുത്. അത് മറ്റൊരു ചർച്ചയാണ്. ആ ചർച്ച പിന്നീട് വിശാലമായി ചർച്ച നടത്തേണ്ടതാണ്. അപ്പോ നമ്മൾ സേവനം നടത്തുന്നതിന് മുഴുവൻ അതിന് പ്രതിഫലം എന്ന രീതിയിൽ മറ്റു മതങ്ങളെ കൂടി ബഹുമാനിച്ച് വേണം മുന്നോട്ട് പോകാൻ. ചില സ്ഥലങ്ങളിൽ ഈ നമുക്കറിയാലോ, നമ്മൾ പലപ്പോഴും ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾ തന്നെയാണല്ലോ ഞാനും. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. ഏതെങ്കിലും മേഖലയിൽ പല സഭയിലും അവിടെ പെന്തക്കോസ്റ്റൽ ചർച്ചിലെ ആളുകൾ വീട്ടിൽ വരികയാണെങ്കിൽ സഭയുടെ നിലപാടെന്താ? അതൊന്ന് പറഞ്ഞേ, നമുക്കറിയാലോ എന്താ നിലപാടെടുക്കുന്നതെന്ന്. അത് കാത്തലിക് ഭവനങ്ങളിൽ, കാത്തലിക് സഭകളിൽപ്പെട്ട ആളുകളുടെ വീട്ടില് പെന്തക്കോസ്ത് പാസ്റ്റർമാർ പ്രാർത്ഥിക്കാനും നിരന്തരം പ്രാർത്ഥനയുമായി ചെല്ലുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു നിലപാടുണ്ടാച്ചോ? അത് വേണമെങ്കിൽ നമുക്ക് ടി വിയിൽ ഇരുന്ന് നമുക്ക് പറയാം. ഞാൻ ആ നിലപാടിനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. കയ്യേറ്റം ചെയ്യാറുള്ളത് ആരെയാണ് പോലീസിൽ ഏൽപ്പിക്കാറുള്ളത്? ഞാൻ ചോദിക്കുന്നത് പെന്തക്കോസ്റ്റൽ പാസ്റ്റർമാർ വരുന്ന സമയത്ത്, കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് നിലപാടെടുക്കും? ഇനി അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡിബേറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അഞ്ച് അച്ഛന്മാര് ഇവിടെ ശരിയായ രീതിയല്ല. കാരണം അങ്ങനെയുള്ള സംസാരം വന്നാൽ കൃത്യമായിട്ട് മറുപടി പറയണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ ഇവിടെ ആർക്കും ഏത് ആരുടെ മുമ്പിലും പറയാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനത്തിനെതിരെ മാത്രമേ BJP അടക്കമുള്ള സമൂഹം നിന്നിട്ടുള്ളൂ. പ്രലോഭിപ്പിച്ചുള്ള നിർബന്ധിതമായ മതപരിവർത്തനത്തിനെതിരെ മാത്രമേ നിന്നിട്ടുള്ളൂ. അല്ലാതെ സ്വയം മനപരിവർത്തനം നടത്തിയിട്ടുള്ള മതപരിവർത്തനത്തെ BJP എതിർത്തതായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ 5 അച്ഛന്മാരാണ്. BJP-യുടെ കാര്യമല്ല, ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ശ്രീ ജിജി ജോസഫ്, അതിൽ വ്യത്യാസമുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇക്കാര്യത്തിൽ നിലക്കി നിർത്തുവാൻ BJP-ക്ക് കഴിയുന്നില്ല. അതാണല്ലോ കോർ ഇഷ്യൂ എന്ന് പറയുന്നത്. അവരുടെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരും. അതാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അങ്ങനെയാണല്ലോ. ബജ്രംഗി ദളാണ് ഇവിടെ ആവശ്യപ്പെട്ടത്. മഞ്ജുഷേ, അങ്ങനെയല്ല മഞ്ജുഷേ. ഛത്തീസ്ഗഡിലെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരാൾ ജോലിക്ക് പോയി, മഞ്ജുഷ ഇപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ മഞ്ജുഷ അവിടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ അത് വേണം. അത് മാവോയിസ്റ്റ് സ്വാധീനവും വലിയ ഇഷ്യൂവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് അത് വേണം. അതിലൊരു ജാഗ്രത കുറവ് കന്യാസ്ത്രീകൾക്ക് ഉണ്ടായി. അത് മാത്രമേ ഉണ്ടായുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായ ബഹളവും പ്രശ്നവും എല്ലാ പ്രശ്നവും കാരണമാണ് ഈ അവിടുന്ന് പോലീസുകാർ വന്നതും അവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും അവരെ ജയിലിൽ പോകേണ്ടി വന്നതും. പക്ഷെ കൃത്യമായി ഞങ്ങൾ അവിടെ ഇടപെട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിയെ പോയി കണ്ടു, ഞങ്ങൾ അമിത്ഷായെ പോയി കണ്ടു, ഞങ്ങൾ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയെ കണ്ടു, ഞങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു. അതിനുശേഷം അവരെ ഇറക്കുന്നത് വരെ ഞങ്ങൾ ആ ജയിലിന് പുറത്തുണ്ടായിരുന്നു. അതിനുശേഷം അവരെ ഇറക്കി അവരുടെ മഠത്തിൽ കൊണ്ടാക്കുന്നവരെയുള്ള ഉത്തരവാദിത്വം ചെയ്തത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ മുഴുവനും രാജ്ഭവൻ മാർച്ച് നടത്തുകയും
എല്ലാ മാർച്ചും നടത്തുന്ന അല്ലാതെ പ്രശ്നം കാറിൽ ഉണ്ടാക്കി, ഒരുപാട് കയറ്റിക്കൊണ്ട് പ്രശ്നം പോയതിന്റെ ഉണ്ടാക്കിയല്ലോ. ക്രെഡിറ്റ് ആണ് ഈ ഞാൻ പറയുന്നത്. ശ്രീ ഫാദർ ഞാൻ ജോഷി മയ്യാലി, കാറിൽ കാറിൽ കയറ്റിക്കൊണ്ട് പോയത് കാറിൽ രാജീവ് കയറ്റിക്കൊണ്ടതിന്റെ ചന്ദ്രശേഖറും ക്രെഡിറ്റ് അനൂപ് ഒന്നുമല്ല. ആന്റണിയും ചേർന്നാണ്. അതുകൊണ്ട് അല്ലല്ല, BJP-ക്കാരാണ് ഇവരെ ജയിൽ മോചിപ്പിച്ചത്. അതല്ല അല്ലല്ല, അതാണല്ലോ അവകാശവാദം. അതാണല്ലോ അവകാശവാദം. ഫാദർ അതിനുള്ള മറുപടി. മഞ്ജുഷ അതല്ല മഞ്ജുഷ. പാമ്പ്ലാനി പിതാവ് എന്താ പറഞ്ഞു? BJP-ക്ക് നന്ദി പറഞ്ഞു, കേന്ദ്ര സർക്കാർ നന്ദി ഉലഞ്ഞു എന്നും പറഞ്ഞു, സംസ്ഥാന സർക്കാർ BJP-യുമായുള്ള നന്ദി ബന്ധം പറഞ്ഞു. ഉലഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞു. അല്ല, എനിക്കിതിനകത്ത് പറയാനുള്ളത്, എനിക്ക് സേനാപതി വേണു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം BJP-യെ സഭകൾക്ക് വേണം, ക്രൈസ്തവ സഭകൾക്ക് വേണം. പക്ഷേ ഈ കാര്യത്തിൽ വരുമ്പോൾ ഒരു കാര്യം കൂടി പറയും, BJP-യുമായുള്ള ബന്ധം ഉലഞ്ഞു. ഫാദർ, ഞാൻ കോട്ട് ചെയ്യുന്നത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകളെയാണ്. ബന്ധം ഉലഞ്ഞു എന്നും പറയുന്നുണ്ട്, നന്ദിയും പറയുന്നുണ്ട്. അപ്പോൾ സേനാപതി വേണു പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞത്, സഭകൾക്ക് ക്രൈസ്തവ സഭകൾക്ക് BJP-യെയും കേന്ദ്ര സർക്കാരിനെയും വേണം. കാരണം പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് അവരാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും മിഷണറി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ക്രൈസ്തവ മിഷണറിമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലൈസൻസ് വേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു നീക്കുപോക്ക് ഇനിയും തുടരുമെന്ന് തന്നെയല്ലേ? പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ വെളിയിൽ പറയും ബന്ധമുലഞ്ഞു, ചായ കുടിക്കുന്നതൊക്കെ പിന്നീടാകാം എന്നൊക്കെ പറയും. അത്രയേ ഉള്ളൂ. മഞ്ജുഷ, ഇവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഇപ്പോൾ ശ്രീ ജിജി സംസാരിച്ചുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതായത് നമ്മളെല്ലാവരും അവിടെ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ടവരാണ്. അവിടെ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ നിയമം കയ്യിലെടുക്കുന്നതും പോലീസുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ അത്രയ്ക്ക് ആക്രമണ ഉത്സുകത കാണിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇനി ആരാണ് ഈ ജ്യോതി ശർമ്മ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ജ്യോതി ശർമ്മ ഇപ്പറയുന്ന ഛത്തീസ്ഗഡ് സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ലേഡിയാണെന്ന് പറയേണ്ടി വരും. വളരെ വ്യക്തമായും പറയേണ്ടി വരും. കാരണം ആ സ്ത്രീയെ 2021 മുതൽ അവിടെ ക്രൈസ്തവ വിരുദ്ധമായ നടപടികളിൽ ഏർപ്പെടുകയും ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് പല കേസുകളിൽ പ്രതിയാണ് അവർ. പക്ഷേ ആ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ പൊതിഞ്ഞു പിടിക്കുന്നത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരാണ്. അതുകൊണ്ട് ഈ ബന്ധമുലഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായും പിതാക്കന്മാരെ ആ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൃത്യമായും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. അതായത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് നിരക്കാത്ത ഈ വർഗീയമായ നിലപാടുകൾ BJP സർക്കാരുകൾ അത് വെടിയേണ്ടതാണ്. ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകൾ BJP സർക്കാരുകൾ അത് വെടിയേണ്ടതാണ്. 2014 ഭരണത്തിൽ വന്നത് മുതൽ ഇതുവരെ ആൾക്കൂട്ടാക്രമണം എത്ര വർദ്ധിച്ചു ഇവിടെ? ഒരു സംശയം ചോദിച്ചോട്ടെ. അഞ്ച് അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തിട്ടപ്പോ ഈ പ്രതിഷേധം എവിടെയായിരുന്നു? അതിന്റെ എല്ലാം 5 അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ 11 മാസം അതെ, എവിടുത്തെ കാര്യം ജിജി? 5 അച്ഛന്മാരുടെ കാര്യം പറഞ്ഞത് എവിടത്തെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഛത്തീസ്ഗഡ് ആണോ? ഈ ഛത്തീസ്ഗഡിൽ തന്നെ. ഇവിടെ ഇതിന് പറയാനുള്ളത്, ഈ മലയാളിയായ ഒരു അച്ഛന്റെ പേര് പറഞ്ഞേ. അന്ന് അവിടെ ജയിലിൽ പോയ മലയാളിയായ ഒരു അച്ഛന്റെ പേര് പറഞ്ഞ മിസ്റ്റർ ജിജി. അച്ഛന്മാർക്ക് മലയാളി അച്ഛന്മാരെ തൽക്കാലം ആർഗ്യുമെന്റിന് ബലമില്ല. ഇവിടെ കേരളത്തിൽ നമ്മള് കേരള സഭയോട് ഈ ചോദ്യം 2 കന്യാസ്ത്രീകളെ തൃശ്ശൂർ അറസ്റ്റ് ചെയ്തല്ലോ. 2 കന്യാസ്ത്രീകളെ തൃശ്ശൂരിൽ അറസ്റ്റ് ചെയ്തല്ലോ. തൃശ്ശൂരിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോ ആ ഒരു വിഷയം നോക്കൂ. ഇവിടുത്തെ എന്താണ് മനുഷ്യക്കടത്തുന്നോ എന്തോ പറഞ്ഞ് കാരണം എന്തായിരുന്നു? അതിന് ഒരുപക്ഷെ പ്രായത്തിന്റെ പ്രശ്നം ഉണ്ടായി കാണാം. എനിക്കറിഞ്ഞുകൂടാ, അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. അപ്പോൾ സംസ്ഥാന സർക്കാർ, LDF സർക്കാർ എടുത്ത നിലപാട് തെറ്റായിരുന്നു. ഇവിടുത്തെ പോലീസാണല്ലോ കേസെടുത്തത്. നോക്കുക. അപ്പോ എനിക്കറിഞ്ഞുകൂടാ അതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് സിറ്റുവേഷൻ കോടതി വെറുതെ വിട്ടു. ആ 2 കന്യാസ്ത്രീകളെയും കോടതി വെറുതെ വിട്ടു. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് കേസെടുക്കാനുണ്ടായ പശ്ചാത്തലം എന്ത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വളരെ കൃത്യമായും ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി ജ്യോതി ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കിട്ടാനില്ല, പിടികിട്ടാപ്പുള്ളിയാണ്, അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ആ സ്ത്രീയാണ്
ഈ പരസ്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഓർക്കണം. അല്ല, കോടതിക്ക് എന്ന് വെളിയിൽ മാത്രമല്ല ഉണ്ടായിരുന്നു താനും. ജ്യോതി ശർമ്മ കോടതിയുടെ വെളിയിൽ ഉണ്ടായിരുന്നു മുഴുവൻ സമയവും. മുഴുവൻ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ പിടികിട്ടാപ്പുള്ളി. അപ്പോ BJP സർക്കാർ എങ്ങനെയാണ് ബജ്രംഗ് ദളിന്റെ ഇതുപോലുള്ള രാക്ഷസ പ്രവൃത്തികളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണത്. അപ്പൊ അതുകൊണ്ടാണ് പിതാക്കന്മാര് കൃത്യമായിട്ട് പറഞ്ഞത് ബന്ധമുലയുന്നുണ്ട് എന്ന്. അതേസമയം ഒരു കാര്യം വ്യക്തമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ ഛത്തീസ്ഗഡിന്റെയും അതുപോലെ ഭാരതത്തിന്റെയും ഭരണം BJPയുടെ കയ്യിലാണ്. സ്വാഭാവികമായും ഇവിടെ നേരത്തെ ആ സാറ് പറഞ്ഞതുപോലെ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP നേതാക്കൾ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം അവര് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് അഭിനന്ദനം പറഞ്ഞത്. ഒപ്പം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും പാർലമെന്റില് നമ്മുടെ രാഷ്ട്രീയക്കാര്, നമ്മുടെ MP-മാര് അതിശക്തമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. മാധ്യമങ്ങള് വളരെ ശക്തമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോ എന്തു പറഞ്ഞാലും ഈ ഒരു ജാമ്യം ലഭിച്ചു എന്നുള്ള സംഗതി, അതിന്റെ നന്ദി എല്ലാവരോടും പറയേണ്ടതുണ്ട്. പക്ഷേ സഭകൾക്ക് അതുകൊണ്ട് എപ്പോഴും തന്നെയാണ് ഒരു എല്ലാ നിലപാടുണ്ടല്ലോ. രാഷ്ട്രീയക്കാർക്കും നന്ദി അതുപോലെ പറയുന്നത്. ഫാദർ ജോഷി മയ്യാറ്റിൽ, സഭകൾ ഈ ഒരു രാഷ്ട്രീയ നിലപാട്, അത് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഒറ്റ നിലപാടെടുക്കാറുണ്ട്. അത് എല്ലാ പിതാക്കന്മാരും പറയുന്ന കാര്യമാണ്. ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുമെന്ന്. ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചവർ എന്ന് പറയാൻ 3 പേരാണുള്ളത് അല്ലേ? അതിൽ പക്ഷെ നിങ്ങൾ ഹയർ മാർക്ക് എന്തിനാണ് BJPക്ക് കൊടുക്കുന്നത്? മഞ്ജുഷ, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. BJPക്ക് അല്ല, BJPയുടെ ഇവിടെയുള്ള 3 നേതാക്കള് അവിടെ പോയി ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ഇപ്പോ അവിടുത്തെ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഛത്തീസ്ഗഡിലെ സർക്കാർ പ്രോസിക്യൂഷൻ ശക്തമായി ഇത് കസ്റ്റഡിയിൽ വേണം ഇവരെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജാമ്യം ശരിയാണ്, അത് അസാധ്യമാകുമായിരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ആ ഒരു നിലപാട് BJP സർക്കാരും ആ നിലപാട് മയപ്പെടുത്തി, അത് BJP നേതാക്കളുടെ ഒരു ഇടപെടൽ കൂടി കൊണ്ടാണ് എന്ന്. ശരി, അതിൽ ഉത്തരം പറയേണ്ടത് ശ്രീ ജോസ് ചെമ്പേരിയാണ്. ശ്രീ ജോസ് ചെമ്പേരി, ഇപ്പോൾ കേരള കോൺഗ്രസ് M ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ പോലും അതിലൂടെയാണല്ലോ LDFന് ഒരു ഗുണം കിട്ടുക. പ്രധാന ഗുണഭോക്താവ് ക്രൈസ്തവ വോട്ടുകളുടെ കാര്യത്തിൽ UDF തന്നെയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈയിടയ്ക്കാണ് ഇപ്പോൾ തൃശ്ശൂരൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJPയോട് ഒരു സ്നേഹം തുടങ്ങിയെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും ക്രൈസ്തവ സഭകൾ BJPയെ വിട്ടൊരു കളിക്ക് പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ പാമ്പ്ളാനി പിതാവൊക്കെ പറയുന്നുണ്ട് ബന്ധം ഉലഞ്ഞു എന്ന് പറയുമ്പോഴും ആശ്രയിക്കേണ്ട സമയത്ത് ആശ്രയിക്കേണ്ടി വരിക കേന്ദ്ര സർക്കാരിനെയും BJPയാണെന്ന് സഭാ നേതൃത്വം തന്നെ പറയുകയാണ്. തുറന്നു പറയുവാനും മടിയില്ല അവർക്ക്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പഴയ ആ ഒരു കാര്യത്തിലേക്ക് ഈ സഭയും BJPയും തമ്മിലുള്ള ഒരു അടുപ്പമുണ്ടല്ലോ, അത് ഈ കാര്യത്തിൽ കുറച്ചൊന്നുലഞ്ഞാലും അത് പാച്ചപ്പ് ചെയ്യുവാനും അറിയാം. കാരണം ഇവിടെ നേരിട്ട് ഇടപെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. ഒരു വിരുന്ന് വിളിച്ചാൽ, ഒരു കേക്ക് വിതരണം ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു ഭയവും ഇല്ല. കേക്ക് മുറിച്ചാലോ കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ പ്രശ്നം ചിലർക്ക് തീരുമെങ്കിലും ഈ രാജ്യത്തെ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ വളരെ വിവരമുള്ളവരാണ്. പഴയ കാലമൊന്നുമല്ല, ഓരോ സംഭവങ്ങളും കൃത്യമായി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൂടെ കാണാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളായത്. വിശ്വാസികൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഉറച്ച ചില നിലപാടുകളുണ്ട്. മുഴുവൻ വിശ്വാസികൾ ഈ സഭയുടെ നേതാക്കന്മാർ പറയുന്നിടത്ത് നിൽക്കണമെന്നുമില്ല. അതൊക്കെ ഞാൻ കേരള കോൺഗ്രസിനൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നേ. നിലപാട് അവർ എന്തോ നിലപാടെടുത്തോട്ടെ, പക്ഷേ മാമോദീസ വെള്ളം വീണ, മാമൂസ മുക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകൾ തെളിഞ്ഞതാണ്, അവരുടെ കാതുകൾ അടഞ്ഞിട്ടില്ല. ആരാണ് മിത്രമെന്നും ആരാണ് ശത്രുവെന്നും, ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ ആത്മാർത്ഥയോടെ നിന്ന് ആരൊക്കെയാണെന്നും ഒക്കെ അവർക്കൊക്കെ അറിയാവുന്ന ഈ കാര്യം ഞങ്ങൾക്കൊന്നൊരു വേവലാതി ഇല്ലെന്ന്. എന്തോ വേവലാതി, എന്തോന്ന് വേവലാതി. ആരാണ് ആത്മാർത്ഥമായി നിന്നത്? ആത്മാർത്ഥമായി നിന്നത് ആരാണ്? ആത്മാർത്ഥ കേരള കോൺഗ്രസ് നിന്ന് എല്ലാവരും നിന്നു. ആരൊക്കെ നിൽക്കാത്തോളൂ? UDF നിന്നു. ഇന്ത്യയിൽ BJP എന്ന രാഷ്ട്രീയ കക്ഷി ഒഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നില്ലേ? ആരാ നിൽക്കാത്ത? ഒരാളുടെ പേര് പറ. ഏതും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ നിൽക്കാത്ത? പക്ഷെ കെട്ടിപ്പിടിച്ചാല് ക്രിസ്ത്യാനിയുടെ വോട്ടങ്ങോട്ട് പോകുന്നൊന്നും ആരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട. അങ്ങനെ ഒന്നും പോകുന്നതല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. തൃശ്ശൂര് സുരേഷ് ഗോപി
മിടുക്കന, നല്ല ഒരു സിനിമാ നടനാണ്. പ്രത്യേകിച്ച് പോലീസ് വേഷങ്ങളെടുത്ത വളരെ ഗംഭീരമാണ്. തൃശ്ശൂരെ വിശ്വാസികളുടെ വോട്ട് നേടിയല്ലേ അദ്ദേഹം ജയിച്ചത്. ഈ 9.5 ദിവസം, ഇന്നലെ ഉച്ചയ്ക്കല്ലേ ഇത് കിട്ടി, 9.5 ദിവസം ഈ 2 കന്യാസ്ത്രീകൾ യാതൊരു സൗകര്യവുമില്ലാത്ത ഒരു തടങ്കൽ പാളയത്തിൽ കിടന്നിട്ട് അദ്ദേഹം എന്താ ഒന്നും ഉണ്ടായിരുന്നു. വേറൊരു മന്ത്രി ഉണ്ടല്ലോ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇല്ലേ, പേരുകൊണ്ട് അദ്ദേഹം നല്ല ക്രിസ്ത്യാനിയാണ്, കോട്ടയംകാരനുമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ തറവാട്ടിൽ തന്നെ ക്രിസ്ത്യാനികളുടെ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ വന്ന ഒരാളാണ്. ചാനലുകാർ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകാർ പുറകെ നടന്നല്ലോ. അദ്ദേഹം ആരാ? ഏത് മന്ത്രി? എന്നാ മന്ത്രിയാ? ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സഹമന്ത്രി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ക്ഷേമം കൊടുക്കുക എന്നുള്ളതാണ് ആ വകുപ്പുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുറകെ ചാനലുകാർ മെനക്കെട്ട് നടന്നിട്ട് കാണാമെന്ന് വെച്ചാൽ പറഞ്ഞു. അദ്ദേഹം എന്താ പറയുക, ഞാൻ കേന്ദ്രമന്ത്രി. എന്തോന്ന് കേന്ദ്രമന്ത്രിയെ, ഇത് എത്ര ദിവസത്തേനുണ്ട് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം? ഞാനൊരു മന്ത്രി ആയതുകൊണ്ട് ഞാൻ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളിൽ മിണ്ടുകയില്ല. എന്തോ ഒരു കോടതിയുള്ള ബഹുമാനമാണ്. ഇതൊക്കെ ഈ രാജ്യത്തെ ആളുകൾ കാണുന്നുണ്ട്. നിങ്ങൾ ഇനി ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നടക്കരുത് കേട്ടോ. ഈ രാജ്യത്ത് നടക്കുന്നില്ലെന്ന് എവിടെയാണ് ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജിജി, അതിനുള്ള മറുപടി. കാരണം സുരേഷ് ഗോപി എവിടെ മിണ്ടിയിട്ടില്ല, ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് ജയിച്ച ആളാണല്ലോ. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതിന്റെ അതോറിറ്റി. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ആര് പോകണം, ആര് എപ്പോൾ പോകണം, ഏതൊക്കെ സമയത്ത് പോകണം, അത് കഴിഞ്ഞ് ആരൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് നിലപാടാണ് എടുക്കേണ്ടത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാള് കോടതിയിലിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് ഈ ജോസ് ചെമ്പേരിയെ പോലുള്ള മാന്യദേഹം. അതിനു മുമ്പൊക്കെ സമയമുണ്ടായിരുന്നു. കോടതിയിൽ എന്നാണ് വന്നത്? ജയിലിൽ കന്യാസ്ത്രീകൾ അടയ്ക്കപ്പെട്ട് 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസമാണ് കോടതിയിൽ മൂവ് ചെയ്തത്. അതിനു മുൻപും സമയമുണ്ടായിരുന്നു. സുരേഷ് ഗോപി ഒരക്ഷരം പോലും മിണ്ടിയില്ല. അതിന് മറ്റൊരു കാര്യമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ. കാരണം മതപരിവർത്തനം നടക്കരുത്, അവിടെ ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളത് BJP-യുടെയും പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറിപ്പോകാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ ഇത് ഉറപ്പിച്ചുള്ള നിലപാടാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് BJP സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുകയും ഈ കേസിൽ കന്യാസ്ത്രീകൾ നിരപരാധിയാണ് എന്ന് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. അനൂപ് ആന്റണിയെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അതിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്. സംഘപരിവാർ സംഘടനകൾ പിണക്കത്തിലാണ്. അവർ പെട്ടെന്ന് നിലപാടിന് വിരുദ്ധമായി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിൽ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നവരെ ആ ഗണത്തിൽ പെടുത്താം, മിണ്ടുന്നവരെ മറ്റൊരു ഗണത്തിലും പെടുത്താം. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? നിങ്ങൾ മീഡിയ മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതെടുത്ത് ഈ 5 ദിവസം താമസിച്ച് തന്നെ ഇങ്ങനെ അവിടെ പോയി നാടകം കളിച്ചും മീഡിയയുടെ അറ്റാക്കും ഒക്കെ കാരണമാണ് അവിടെ ഈ കുറച്ച് ദിവസം, ഈ 2-3 ദിവസം താമസിച്ചത്. ഞാൻ പറയുന്നത് അതെങ്ങനെയാണെന്ന് പറയണം. അത് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇതിന് പിന്നിൽ എന്തോ രാഷ്ട്രീയ നാടകമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതെന്താണെന്ന് അദ്ദേഹം പറയുന്നുമില്ല. ഇതൊക്കെ സെൻസിറ്റീവ് ആക്കിയത് നിങ്ങളല്ലേ? അല്ല, സെൻസിറ്റീവ് ആകുമല്ലോ, സ്വാഭാവികമായിട്ടും സെൻസിറ്റീവ് ആകുമല്ലോ ജിജി. അതല്ല അവിടെ ചെന്ന് കോടതി ചെന്ന് ജയിലിന്റെ മുമ്പിൽ ചെന്ന് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ ഈ ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആയി വരികയും ഉണ്ടാക്കിയത് ബജരംഗദളാണ് ഇഷ്യൂ ഉണ്ടാക്കിയത്. അതിലായിരിക്കും സമ്മർദ്ദം വന്നത്. അല്ലെന്നേ അവിടെ ഉണ്ടാക്കിയ നാടകങ്ങളും അവിടെ മീഡിയ കൊടുത്ത വലിയ പ്രശ്നങ്ങളും അത് വലിയ തോതിൽ അവിടുത്തെ ആളുകളെ ബാധിക്കുകയും അവർ ആ ഇഷ്യൂവിനെ എന്താണെന്ന് ഇത്രയും ഒരു സംവിധാനം എന്താണെന്ന് അറിയാതെ അവരവിടെ വന്ന് ഇഷ്യൂ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, BJP-യുടെ ഒരാളൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ എല്ലാവരും വന്ന് അതിൻ്റെ അകത്ത് കയറി ഇടപെടില്ല. അത് ഓരോരുത്തർ ചെയ്യേണ്ട പങ്കുണ്ട്. അത് അവരവർ ചെയ്യേണ്ട പങ്ക് അവരവർ ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന്, അതെല്ലാം കൃത്യമായി ഇന്ന ആൾ ഇവിടെ പോയിരുന്നു, ഇന്ന ആൾ ആദ്യം കണ്ടിരുന്നു, രണ്ടാമത് കണ്ടിരുന്നു എന്നൊന്നും ഞങ്ങൾ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റ് ബാക്കിയുള്ളവരുടെ സഹായം തേടും. ആ സഹായം തേടുന്നത് മുഴുവനും പുറത്ത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. നരേന്ദ്രമോദിജിയെ കണ്ടു, അമിത്ഷാജിയെ കണ്ടു. അത് ഭരണഘടനാപരമായിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കണ്ട കാര്യം വന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടാത്ത ആരാ ഉള്ളത്?
ഇത് ഇപ്പൊ പറയുന്നുണ്ട് ഈ അത് കഴിഞ്ഞ് കാക്കനാടുള്ള ബിഷപ്പ് ഹൗസിൽ പോയി, തൃശ്ശൂരിലെ ബിഷപ്പ് ഹൗസിൽ പോയി. ഈ രണ്ട് സ്ഥലത്ത് പോകുമ്പോഴും ഇനി കേക്കുമായി നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവര് വിചാരിച്ച് ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തടയുന്നു. ഒന്നും ഉണ്ടായില്ല. എല്ലാവരും അവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സ്വസ്ഥമായിരുന്നു കേട്ടു, അത് മനസ്സിലാക്കി, അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവരതുകൊണ്ടാണ് അവിടുത്തെ എല്ലാ വിഷയങ്ങളും പറഞ്ഞു കൊടുത്ത് അവർ കൃത്യമായി പറഞ്ഞു. BJPയും കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും ഇതിന് കൃത്യമായി അനുകൂലമായ സേനാപതി വേണു, ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ടായിരുന്നു 3 ദിവസം മുൻപ് തന്നെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയേനെ, പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ നാടകം നടന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ, ഇത് സെഷൻസ് കോടതിയിലേക്ക് ആദ്യം മൂവ് ചെയ്യുന്നു, അപ്പോൾ അത് ജാമ്യം കിട്ടില്ല എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ കാലം കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ലാഭം ഇവിടെ UDFനും LDFനും എടുക്കാം, BJPയെ കുറ്റപ്പെടുത്താം, ക്രൈസ്തവ സഭകളും BJPയും തമ്മിലുള്ള അകലം കൂട്ടാം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകമാണ് അവിടെ കളിച്ചത് എന്നാണ്. അല്ല മഞ്ജുഷേ, ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ജാമ്യം നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു പൗരന് പിന്നെ ചെയ്യാവുന്നത് സെഷൻസ് കോടതിയിലേക്ക് പോവുകയാണ്. സെഷൻസ് കോടതിയും പറയുന്നത് എനിക്ക് അധികാരമില്ല, ഇത് ഹ്യൂമൻ ട്രാഫിക്കാണ്, NIA കോടതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമപരമായ വഴിയല്ലേ തേടാനൊക്കെ ഉള്ളൂ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 3 ദിവസം മുമ്പേ ജാമ്യം നേടാമായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, പ്രതിപക്ഷ MP-മാര് അവരെല്ലാവരും പോയി അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ കണ്ട് ഇതിൽ വലിയ സമ്മർദ്ദവും ആ സമ്മർദ്ദത്തോടൊപ്പം കേരളത്തിലുണ്ടായ ഒരു ജനവികാരം, ഇവിടെ BJPയെ പരിപോഷിപ്പിക്കാൻ സംരക്ഷിക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ, 2 കേന്ദ്രമന്ത്രിമാര് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവരെല്ലാം നിൽക്കുമ്പോഴും ഇങ്ങനെ സാധുക്കളായ നിർദോഷികളായ 2 കന്യാസ്ത്രീമാരെ ഒരു കാരണവുമില്ലാതെ, ചെമ്പേരി പറഞ്ഞതുപോലെ ഒരു കാരണവുമില്ലാതെ അവരെ കാരാഗ്രഹത്തിൽ അടച്ചതിനെതിരെയുള്ള ജനവികാരം, ആ ജനവികാരത്തിന്റെ മുമ്പിൽ രാജീവ് ചന്ദ്രശേഖരനും BJPക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്നേ. അവർ പോയേ മതിയാകൂ. അവർ പോകാൻ പ്രേരണയായത്, ഇപ്പൊ ജിജി പറഞ്ഞു ഇത് മാധ്യമങ്ങൾ, ഞാൻ ചോദിക്കുന്നത് മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ 5 പുരോഹിതരെ പിടിച്ചിട്ടതുപോലെ ഇത് ചിലപ്പോൾ ദീർഘകാലം നീളും. ഇത് പ്രതിപക്ഷത്തിന്റെ MP-മാരും ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങളും, ആ മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്ന് അതിലൂടെ ഉണ്ടായ ഒരു ജനവികാരമാണ് സമസ്ത ജനവിഭാഗങ്ങൾ. കാരണം ഇതൊരു ക്രൂരതയാണ്. എന്താ പറഞ്ഞേ, ലോകത്തിലെ ഭൗതിക സൗകര്യങ്ങളെ മുഴുവൻ ത്യജിച്ചുകൊണ്ട് ഈ അനാഥർക്ക് വേണ്ടി സ്കൂൾ നടത്താൻ, ആതുരാലയങ്ങൾ നടത്താൻ, ഈ സാധുക്കളെ എന്താ പറഞ്ഞേ, ഇനിയിപ്പം വേണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നിയമം പാസ്സാക്ക്, ഇവിടെ ഇങ്ങനെ സ്ഥാപനങ്ങൾ വേണ്ട, സർക്കാർ സ്കൂൾ തുറന്നോളാം, സർക്കാർ ആശുപത്രി തുറന്നോളാം, സർക്കാർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോളാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. ഇതിവരെ ചെയ്യുന്ന സൗകര്യങ്ങളെല്ലാം വേണം താനും. അതിനുശേഷം ഈ സാധുക്കളെ പിടിച്ച് ജയിലിലിട്ടപ്പോ കേരളത്തിലെ പൊതുമനസ്സിലുണ്ടായ ഒരു വികാരമാണ്, അതാണ് നിങ്ങൾക്കെതിരെ ഉണ്ടായത്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പോകേണ്ടതായിട്ട് വന്നത്, അനൂപ് ആന്റണിയെ വിടേണ്ടതായിട്ട് വന്നത്, ഷോൺ ജോർജ് പോകേണ്ടതായിട്ട് വന്നത്. അത് കേരളത്തിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു ജനവികാരം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടലിൽ നിന്ന് നിങ്ങൾ പോയി. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെയും ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് ചിലപ്പോ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞു 3 ദിവസം മുമ്പേ ഇറക്കി വിടാൻ കഴിയുമായിരുന്നു എന്നുള്ളത്? എങ്കിൽ പിന്നെ അത് അദ്ദേഹം ഇവിടെ ഇരുന്ന് ചെയ്യേണ്ടതല്ലേ? അപ്പോ ഇതൊക്കെ ഇപ്പോ എന്താ പറഞ്ഞേ, തങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റ്, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇല്ലാത്ത ഒരു കുറ്റം ഒരാളുടെ പേൽ ചാർത്തി അയാളെ ജയിലിൽ അടച്ചതിന് ശേഷം ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് അതിലെന്ത് ന്യായമാണെന്നേ ഉള്ളത്? ശരി, എന്തുകൊണ്ടാണ് സഭയ്ക്ക് അങ്ങനെ ഒരു നിലപാടില്ലാത്തത്? ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇടത് വലത് മുന്നണികൾ ആവർത്തിച്ച് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലിയർ ആയില്ല മഞ്ജുഷ, അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അല്ല, സേനാപതി വേണു ചോദിക്കുന്നത് BJP തന്നെ ജയിലിലടച്ചു, എന്നിട്ട് BJP തന്നെ മോചിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ സഭ ആ നിലപാടിലേക്ക് വരുന്നില്ല, ആ നിലപാടിനോടൊപ്പം വരുന്നില്ല. അതായത് കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് അവർ തന്നെ കൈപിടിച്ച് കയറ്റുന്നു. ഇതാണ് പറയുന്നത്. മഞ്ജുഷ, ഇപ്പോ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് കൃത്യമായും ഇതിനുള്ള മറുപടി ഉണ്ടല്ലോ. ഞാനിപ്പോ ഇത്രയും നേരം സംസാരിച്ചതിൽ കൃത്യമായും ഇതിനുള്ള മറുപടി ഉണ്ട്. ഞാൻ സംസാരിച്ചത്, ഒന്ന്, ഈ ജാമ്യം ഇവിടെ ലഭിക്കാൻ ഇടയായ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇടയായതിൽ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കുണ്ട്. അതിൽ BJPയുടെ കേരളത്തിലെ നേതാക്കള്, ഞാൻ പേര് വരെ പറഞ്ഞു, 3 പേരുടെ പേര് വരെ പറഞ്ഞു, അവരുടെ ഇടപെടൽ തീർച്ചയായും ഈ ജാമ്യം എളുപ്പത്തിൽ ലഭിക്കുന്നതിൽ വലിയ സഹായമായിട്ടുണ്ട്. കാരണം അവിടുത്തെ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും BJP-യാണ് ഇരിക്കുന്നത്. അതോടൊപ്പം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, അതായത് പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു.
എന്ന് മാത്രമല്ല അവിടെ ബജ്രംഗ് ദളിനെ ഇതുപോലെ വളർത്തിവിടുന്ന BJPയുടെ പശ്ചാത്തലവും ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കത്തോലിക്ക സഭയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ നിലപാട് ഇത് തന്നെയാണ്. ഇന്ത്യയിൽ മതേതരത്വം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഇപ്പോഴുള്ള നമ്മുടെ രാഷ്ട്രീയ രീതികൾ, ശൈലികൾ അങ്ങേയറ്റം മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ഒരു ശൈലിയാണ്. മൃദു ഹിന്ദുത്വത്തെയും മൃദു ഇസ്ലാമികതയും മൃദു സംഗതികളെയും അല്ലെങ്കിൽ തീവ്ര സംഗതികളെയും ഒക്കെ പാലൂട്ടി വളർത്തുന്ന രീതിയാണ്. അതിന് എതിരായിട്ട് നിലകൊള്ളുന്നത് തന്നെയാണ്. സഭയ്ക്ക് കൃത്യമായ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാമ്പ്ലാനി പിതാവ് ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോ സഭയ്ക്ക് കൃത്യമായ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ. അല്ലാതെ ഈ എന്താണ് പിതാക്കന്മാർ പറയുന്നത് മറ്റൊരു കേൾക്കില്ല. ആരാണ്, ഏത് പിതാക്കന്മാരാണ് ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് ക്രിസ്ത്യാനികളോ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ വെറുതെ വാചകമടിയാണ്. ആരാണ്, ഏത് പിതാക്കന്മാരാണ് ഇവിടെ ഇന്നവർക്ക് വോട്ട് ചെയ്യുന്ന പറയും? ഇവിടെ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറഞ്ഞൊരു വോട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? പൗരന്മാരുടെ വോട്ടിനെ ക്രിസ്ത്യൻ വോട്ട് എന്ന് വിളിക്കാനായിട്ട് ആർക്കാ കഴിയുന്നത്? അങ്ങനെ ഉണ്ടോ? പിന്നെ എന്തർത്ഥത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കുകയില്ല, പിന്നെ ക്രിസ്ത്യാനികളുടെ മനസ്സ് അതാണ്, ഇതാണ്. ഇത് എന്ത് വർത്തമാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി, ചെമ്പേരി അതിനുള്ള മറുപടി താങ്കളാണല്ലോ ആ ആരോപണം ഉന്നയിച്ചത്. ആര്? ജോസ് ചെമ്പേരി, താങ്കളാണല്ലോ ആ ആരോപണം ഉന്നയിച്ചത്. ഞാൻ ആ ആരോപണമായിട്ടല്ല പറഞ്ഞത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിവരമുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് പഴയ കാലമൊന്നും അല്ല. ഓരോ രാജ്യത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയാനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്താനും അറിയാവുന്നേ. അല്ല, പിതാക്കന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ കേൾക്കണമെന്നില്ല എന്ന് പറഞ്ഞതിനെയാണ് ഇപ്പോൾ ഫാദർ ജോഷി മയ്യാറ്റിൽ പറയുന്നത്. അങ്ങനെയൊന്നും പറയേണ്ടത് കേൾക്കണമെന്നില്ല. കേൾക്കുന്ന എന്താ ഇത്ര അല്ല, എവിടെ പറഞ്ഞു വിശ്വാസികളോട് ഞാൻ പറഞ്ഞില്ല. വിളിച്ചു പറഞ്ഞു ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആര് പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും ചെയ്യലെന്നാ പറഞ്ഞത്. പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ തമാശ പറഞ്ഞാണ്. ഓക്കെ, തമാശ പറഞ്ഞല്ല, പറഞ്ഞാലും ചെയ്യലെന്നാ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം മഞ്ജുഷേ, പള്ളിക്കുറിച്ച് ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതാ? ഭാരതം എൻ്റെ നാടാണ്, ഞാൻ ഭാരതീയനാണ്, ഞാൻ ക്രിസ്തീയ വിശ്വാസിയാണ്, പക്ഷെ ഞാൻ ഈ രാജ്യത്ത് ഭാരതീയനാണെന്നേ. എന്താ ഞങ്ങൾക്കൊന്നും ഇവിടെ താമസിക്കാനുള്ള അവകാശമില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് പറ. ഞങ്ങളാരും വിദേശ രാജ്യങ്ങളിൽ ഇങ്ങോട്ട് വന്നവർ 2000 വർഷമായി ഈ രാജ്യത്ത് താമസിക്കുന്നവരാ. അറിയോ? ഞങ്ങൾ എങ്ങോട്ട് പോകണം? അമേരിക്കയിലോട്ട് പോകണോ? അത് ഇസ്രായേലിലോട്ട് പോകണോ? ഈ രാജ്യത്ത് ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ അത് സംരക്ഷിക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ കടമയാണ്. നിങ്ങൾ അത് ചെയ്ത് ആദ്യം അത് ചെയ്യാതെ കണ്ട നിങ്ങൾ. അങ്ങനെ പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ വെച്ച് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് LDF സർക്കാരായിരുന്നു. അത് കോടതി വിട്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അല്ല, കോടതി വിട്ടു, പക്ഷെ കേസെടുത്തുവല്ലോ. ഇതും കോടതി വിട്ടേക്കും. ഇതിപ്പോൾ ജാമ്യം കിട്ടി, ഇനി ചിലപ്പോൾ കോടതി വിട്ടേക്കും. അന്ന് പക്ഷേ ഈ കേസെടുത്തതിന് സർക്കാരിനെ, ഛത്തീസ്ഗഡ് സർക്കാരിനെയും BJPയെ വിമർശിച്ചത് ഇല്ലാതായി പോകുന്നുണ്ട്. ഈ NIA അന്വേഷിക്കേണ്ടതാണോ ഈ കേസ്? അതൊക്കെ ശരിയാണ്. ഞാൻ ചോദിച്ചിട്ട് താങ്കൾ മറുപടി പറഞ്ഞില്ല. അല്ലല്ല, ഇതേ കാര്യം തന്നെ കേരളത്തിൽ LDF സർക്കാരും നടത്തിയിട്ടുണ്ട്. ആ കന്യാസ്ത്രീകളെ എത്ര വർഷം ഈ കേസിന് പിന്നാലെ നടത്തിച്ചു. കഴിഞ്ഞ ദിവസമല്ലേ കുറ്റവിമുക്തരാക്കിയത്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ പോലെ വളരെ കൃത്യമായി പഠിച്ചിട്ടില്ല. പഠിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പൊതുവേദി പറയാറുമില്ല. സെലക്റ്റീവായുള്ള പഠനമാണ്. അതുകൊണ്ടാണ് ശ്രീ സേനാപതി വേണു, അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. അല്ല, അതും തെറ്റാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? അതും തെറ്റാണല്ലോ. കന്യാസ്ത്രീകൾക്കെതിരെ എന്താ പറഞ്ഞേ, ഇല്ലാത്ത കാര്യങ്ങൾക്ക് വകുപ്പുകൾ ഇട്ട് കേസുകൾ എടുത്ത് അവരെ എന്താ പറയുക കോടതി വരാന്തകളിൽ വലിച്ചിഴക്കുന്നത് അത് ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ് ചെയ്താലും കേരളത്തിലെ ഗവൺമെൻറ് ചെയ്താലും തെറ്റ് എന്നുള്ള കാര്യത്തിൽ UDFന്റെ നിലപാട് വളരെ സുവ്യക്തമായ നിലപാടാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ ഭിന്നതയില്ല. ഇവിടെ ബഹുമാന്യായ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ശ്രീ ചെമ്പേരി പറഞ്ഞു, ഭരണഘടന കൊടുത്തിട്ടുള്ള ഒരു അവകാശമാണല്ലോ പൗരന് ഫ്രീ ആയി ഈ രാജ്യത്ത് എവിടെയും തൊഴിൽ ചെയ്യാവുന്നും അവന് സഞ്ചരിക്കാമെന്നുള്ളത്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 2 കന്യാസ്ത്രീകളോടൊപ്പം ഇരുന്നു എന്ന കാരണത്താൽ, അവരുടെ കൂടെ യാത്ര ചെയ്തു എന്ന കാരണത്താൽ വലിയ കൊടും ക്രിമിനലുകൾക്കും രാജ്യദ്രോഹികൾക്കും ഒക്കെ എതിരെ ചുമത്തുന്ന വകുപ്പുകൾ ചുമത്തി 2 സാധുക്കളായ
കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച് 9 ദിവസം അവരുടെ മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ അവർക്ക് ജാമ്യം മേടിച്ചു കൊടുക്കുന്നു എന്നും പറഞ്ഞ് BJP-ക്കാർ നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകം അത് എന്താ പറയുക, മനുഷ്യാവകാശ ലംഘനമെന്ന് മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടിയാണ് എന്നുള്ളതാണ് UDF-ന്റെ നിലപാട്. അതുകൊണ്ട് ക്രെഡിറ്റ് അവർക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വിക്ടീമുകൾക്കും അവരുടെ ബന്ധുമിത്രാദികൾക്കും അവരെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. UDF ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, ആ നിലപാട് സുവ്യക്തമായ നിലപാട് ആണ്. നാളെയും ഞങ്ങൾ ആ കാര്യത്തിൽ നിലപാട് തുടരും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കേസെടുത്താലും പിണറായി വിജയന്റെ ഗവൺമെന്റ് കേസെടുത്താലും ആ എടുക്കുന്ന കേസുകൾ അത് ഒട്ടും ഭരണഘടനയ്ക്ക് അനുകൂലമായ കേസുകളല്ല. അത് രാജ്യത്തെ നിയമവ്യവസ്ഥിതിയെ ദുരുപയോഗം ചെയ്യുന്നതാണ് എന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. ശരി, നന്ദി ശ്രീ സേനാപതി വേണു, ശ്രീ ജോസ് ചെമ്പേരി, ഫാദർ ജോഷി മയ്യാറ്റിൽ, ശ്രീ ജിജി ജോസഫ് ഫൈ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കന്യാസ്ത്രീകളുടെ മോചനത്തിൽ BJP-ക്ക് പങ്കുണ്ടോ? ഉണ്ട് എന്ന് 60% പ്രേക്ഷകർ, ഇല്ല എന്ന് 37%. ഫൈ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.